ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ടില്ലേ, കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി പോയി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഞാൻ ആ പഠിപ്പിൻ്റെ ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും പോസ്റ്റ് ചെയ്യലൊക്കെ ആകുമ്പോൾ പിന്നെയും സമയം പോവാണ്. എന്നാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കുറച്ചായി ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. കാരണം കുറേ കൂട്ടുകാരൊക്കെ കമൻസ് ആയിട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കുറേ ബിഗിനേഴ്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. പരമാവധി തന്നെ അധികം വലിച്ചു നീട്ടാതെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പഠിപ്പിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ ഏത് രീതിയിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള സംശയത്തിലാണ് നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇടം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ പോകുമ്പോൾ അവിടെ പോയിരുന്നാൽ പഠിക്കും. അതായത് നമുക്ക് നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ടേബിൾ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബുക്കുകളൊക്കെ നമ്മൾ വെൽ അറേഞ്ച്ഡ് ആയിട്ട് വയ്ക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്നും കിടന്നും ഒക്കെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നീടാണ് ഞാൻ എൻ്റേതായ ഒരു സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയൊക്കെയാണ്. നമുക്കത് പഠിക്കണം, അയ്യോ പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അതായത് നമ്മളുടേതായ ഒരിടം. ഇപ്പോൾ നമ്മളെവിടെയാണോ കംഫർട്ട്, ഇപ്പോൾ അധികം ശബ്ദങ്ങളോ സൗണ്ടുകളോ ഒന്നും ഇല്ലാത്ത, അതിനിപ്പോൾ വലിയൊരു സെറ്റപ്പ് രീതിയിൽ നിങ്ങൾക്ക് ആക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ അതിന് പറ്റിക്കൊള്ളണമെന്നില്ല, അല്ല അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ചെറിയൊരു സ്ഥലം, ചെറിയൊരു കോർണർ, അല്ലെങ്കിൽ ഒരു ബാൽക്കണിയോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറോ, നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ കംഫർട്ടായിട്ട് പഠിക്കാൻ തോന്നുന്നത് അവിടെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം കേട്ടോ. ഇപ്പം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി അതിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു മുറി, അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു സ്പേസ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പരമാവധി ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എക്സാമുകളുടെ കാര്യം നമുക്ക് നോക്കാനാണെങ്കിൽ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ നിലവിലിപ്പോൾ കുറച്ച് എക്സാമുകൾ PSC വിളിച്ചിട്ടുണ്ട്. ഇനി 2026 27 നമുക്ക് എനിക്ക് തോന്നുന്നു 27 ഇനിയിപ്പോൾ അടുത്ത LDC വരാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് തോന്നും, 27 ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും വിചാരിക്കലുണ്ട് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. കാരണം കുറച്ച് നാളുകളായിട്ട് എൻ്റെ ആ ഒരു പഠനം തന്നെ അങ്ങനെയായിരുന്നു. എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചിരുന്നുകൊണ്ടിരുന്ന ഞാനാണ്. വലിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ കുറേ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരിക്കലും PSC പഠനം ഗ്യാപ്പ് ഇട്ട് പഠിക്കരുത്. നമ്മൾ ഇന്ന് തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ അഡ്വൈസ് മെമ്മോ നമ്മുടെ കയ്യിൽ വന്നാൽ മാത്രമേ നമ്മൾ പഠിപ്പ് നിർത്താൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും നമ്മളവിടെ പഠിപ്പ് അവിടെ ഇടരുതെന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എത്രത്തോളം നിങ്ങൾ PSC എന്ന് പറഞ്ഞത് ഇരുന്നാൽ, എനിക്കൊക്കെ പറ്റിയ വലിയ മിസ്റ്റേക്കാണ്, വലിയൊരു മണ്ടത്തരാണ്. നമ്മൾ ഒരിക്കലും ഒരു ഗ്യാപ്പ് കൊടുക്കാതിരുന്ന് പഠിക്കുക. പരമാവധി നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു എക്സാം അത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അവിടെ വിട്ടു, ഇനി അടുത്ത എക്സാം ആവട്ടെ അപ്പോൾ പഠിക്കാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പരമാവധി പഠിച്ചു പോകാൻ നോക്കാട്ടോ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചകളിലൊന്നാണ് ഇപ്പോഴും എന്താ പറയുക, അതിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ എക്സാം വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി നന്നായി പ്രിപ്പയർ ചെയ്യുക. എക്സാം വരുമ്പോൾ അത് അവിടെ ഇടും, അത് കഴിഞ്ഞ് അത് അവിടെ ഇടും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത എക്സാമിന് പിന്നെ അത് കഴിഞ്ഞ് കുറേ ഒരു ഗ്യാപ്പ് വരും, എന്നിട്ട് വീണ്ടും 0 ആയത്, പിന്നെ വീണ്ടും ഒന്നേന്നാണ് തുടങ്ങുന്നത്. അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിൻ്റെ അടുത്ത് എനിക്ക് അതാണ് പറയാനുള്ളത്. പരമാവധി എത്രയും വേഗം നമ്മൾ പഠിക്കുന്ന ടൈം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുമെന്ന് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ എല്ലാവരും നമുക്കിപ്പോൾ ചിലരൊക്കെ അറിയാം, ഒറ്റൊരു ട്രയൽ തന്നെ PSC ക്രാക്ക് ചെയ്ത് നല്ല ടോപ്പ് റാങ്കിലൊക്കെ എത്തുന്നവരുണ്ട് അല്ലേ. ചിലർ 1 കൊല്ലത്തിനുള്ളിലുള്ളവരുണ്ട്, ചിലർ 2 കൊല്ലം, ചിലർ 3 കൊല്ലം, ചിലർ 5 കൊല്ലം, ചിലർ 10 കൊല്ലം, അങ്ങനെ പല വർഷത്തിലായിരിക്കും പലരും ഈ PSC ക്രാക്ക് ചെയ്തെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ കഴിവ്, അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ കൺസിസ്റ്റൻസി ഒക്കെ അനുസരിച്ചിരിക്കും ആ ഒരു എത്രത്തോളം വേഗത്തിൽ നേടിയെടുക്കുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ കഴിവിലൊരു വിശ്വാസം നമുക്ക് ആദ്യം കൊണ്ടുവരണം. അത് നിങ്ങൾ ആദ്യം ശ്രമിക്കുക. ഇപ്പോൾ പലർക്കും പഠിപ്പിലുള്ള കഴിവ് അല്ലെങ്കിൽ ഓർമ്മശക്തി അതൊക്കെ വ്യത്യസ്തമാണ് അല്ലേ. ചിലപ്പോൾ ചിലവർക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി PSCയിൽ ഇറങ്ങുന്നവർക്ക് അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചിലപ്പോൾ അവർ നല്ല എന്താ പറയുക പ്രോകളായിരിക്കാം. ചിലപ്പോൾ അവർക്ക് മാത്സ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ഓക്കെ, ചിലർക്ക് മലയാളം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഓൾറെഡി സെറ്റായിട്ട് ചിലപ്പോൾ PSCയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇത്തിരി കൂടി എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ PSC. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. ചിലർക്ക് എന്ന് വെച്ചാൽ ഒന്നും അറിയാതെ, അതായത് ഒന്നും അത്ര ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ PSCയിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ എത്രത്തോളം വില്ലിങ് ആണ് എന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ എല്ലാ എക്സാമുകൾക്കും അങ്ങനെ പ്രിലിമിനറി കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് ആദ്യം ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് PSC അത്യാവശ്യം ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു പലരൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിനുള്ളിൽ തന്നെ കയറുന്നവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേര് എനിക്ക് തോന്നുന്നു അത്യാവശ്യം സമയം എടുത്ത് തന്നെയാണ് ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളവരും PSCയിൽ കയറുന്നുള്ളത്. കാരണം ഇത് ഇന്ന് പഠിച്ചു തുടങ്ങി ഒരു 2 മാസത്തിനുള്ളിൽ എക്സാം എഴുതി അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് അങ്ങനെ PSC തോന്നിയിട്ടില്ല. അപ്പോൾ ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക, ടൈം എടുക്കും.
പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ പ്രിലിമിനറി എക്സാം ഉള്ളതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് വരെ പ്രിലിം സിസ്റ്റം വന്നപ്പോൾ വല്ലാത്ത രീതിയിൽ ലാഗ് അടിപ്പിച്ചിട്ടായിരുന്നു എക്സാമുകൾ ഉണ്ടായിരുന്നില്ല. പ്രിലിംസിന് ഒരു സമയം, അത് കഴിഞ്ഞ് അതിൻ്റെ ലിസ്റ്റ് വന്ന് മെയിൻ എക്സാം നടത്താൻ ഒരു സമയം, അങ്ങനെ വല്ലാത്തൊരു എച്ചലിലൂടെ തന്നെയായിരുന്നു PSC പോയിരുന്നത്. ഇപ്പോൾ ഭാഗ്യത്തിന് കുറേ എക്സാമുകൾ പ്രിലിമിനറി ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കുക, PSC ഇപ്പോഴും ഒരു ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പേ ചെയ്തതാണ്, സ്വന്തമായിട്ട് പഠിക്കണോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോകുമോ എന്നുള്ളത്. ഇപ്പോൾ കോച്ചിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു ബേസ് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്, എപ്പോഴും ഒരു ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ്ങിന് പോകുന്നത് നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് സ്വന്തമായ രീതിയിൽ പഠിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5-6 മാസത്തല്ലാണ്ട് വലിയ ജോലി കിട്ടുന്ന വേറെ കോച്ചിങ്ങിന് എന്നെ പോയി പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ബിഗിനർ, നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു രീതിയാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നമ്മളിപ്പോൾ ഒരു കോച്ചിങ് എടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്വന്തമായിട്ടിരുന്ന് ആ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു PSC എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അതിൻ്റെ എക്സാം, എവിടെ നിന്ന് എന്തൊക്കെ പഠിക്കണം, ഏത് ഭാഗമാണ് തിരുവടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുന്ന് പഠിക്കാവുന്നതാണ് കേട്ടോ PSC എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിലും നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ അല്ലേ ധാരാളം ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതുണ്ട് എൻട്രിയിലൊക്കെ. അതേപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്, പല ആൾക്കാരുടെയും യൂട്യൂബ് ചാനലുകളിൽ നല്ല ക്ലാസ്സുകൾ, അത് SCRT കണക്റ്റഡ് ആയിക്കോട്ടെ, ഓരോ ടോപ്പിക് വെച്ചിട്ടുള്ള പല ക്ലാസ്സുകളും കാണാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പഠിക്കാറ്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ, എൻട്രിയിൽ കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ ഞാനിരുന്ന് കാണും, അതേപോലെ തന്നെ നോട്ട് ഉണ്ടാക്കും. അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഞാനും പഠിച്ചു തുടങ്ങിയിരുന്നത്. പിന്നെ റാങ്ക് ഫയലിൻ്റെ കാര്യം പറയാനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ നല്ല റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും, ഇപ്പോൾ എല്ലാ പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയൽ വാങ്ങിച്ചിരിക്കേണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല. ഏതെങ്കിലും നല്ല, നിങ്ങൾക്ക് ഏതാണോ, ഇപ്പോൾ പലർക്കും പല പോലെ ആയിരിക്കില്ലേ. ഒരാൾക്ക് ടാലൻറ്റിൻ്റെ ബുക്കായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലക്ഷ്യമായിരിക്കും ഇഷ്ടം, ചിലരുടെ വീറ്റോൻ്റെ തന്നെ ഇഷ്ടം. അത് ഓരോരുത്തർക്കും ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം അനുസരിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് എന്ന് തോന്നുന്നത് നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നേരിട്ട് അങ്ങനെ വായിച്ചു നോക്കി എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ഒരു റാങ്ക് ഫയൽ എപ്പോഴും കയ്യിലുള്ളത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ റാങ്ക് ഫയലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ നമുക്കിപ്പോൾ ചില ടോപ്പിക്കുകളുടെ കുറച്ച് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും, പിന്നെ നമ്മളിപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നന്നായി ടൈം എടുക്കും. അത് നമ്മളിപ്പോൾ ക്ലാസ് കേട്ട് നോട്ട് എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നല്ലൊരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ടെലഗ്രാം ചാനലുകൾ, ഞാൻ നോക്കുന്ന കുറച്ച് ടെലഗ്രാം ചാനലുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഈ ടെലഗ്രാം ചാനലുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നല്ല നോട്ടുകൾ ഫ്രീ ആയിട്ട് തന്നെ അവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ അവർ ചെറിയ ഫീസിലൊക്കെ ബാച്ചുകളും, എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകളും നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അവർ തന്നെ നല്ല രീതിയിലുള്ള നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് PSC, നമ്മളുടെ ഇപ്പോൾ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകൾ വന്നു എന്നൊക്കെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം നടത്തിയതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഡീറ്റെയിൽ ഈ അപ്ഡേറ്റ് PSC എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ജോയിൻ ചെയ്താൽ കിട്ടാറുണ്ട്. അത് നല്ലൊരു ചാനലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൂടാതെ കറണ്ട് അഫെയർസ് നോക്കാനാണെങ്കിൽ നമ്മളുടെ ആനുകാലികം, CA ഫോളോവേഴ്സ്, ഫെസ്റ്റിവൽ CA എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇംപെറ്റസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് വൊക്കാപ്പീഡിയ, പിന്നെ സൈലത്തിൻ്റെ ചാനൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മൻസൂർ അലി സാറിൻ്റെ PSC ത്രില്ലർ, അങ്ങനെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചധികം ചാനലുകൾ നല്ലത് നിങ്ങൾക്ക് തോന്നുന്ന ചാനലുകൾ ജോയിൻ ആയിട്ട് ഇടാം. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുകളാണെങ്കിലും ഒരു ചാനലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ അതിൽ നിന്ന് അഡീഷണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയാൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ഏത് ക്ലാസ്സാണോ നിങ്ങൾക്ക് നന്നായി തോന്നുന്നത് ആ ക്ലാസ് ഇരുന്ന് കേൾക്കാം. അതായത് ഒരു ചാനലിനെയോ ഒരു വീഡിയോനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ നിങ്ങൾ പല ആൾക്കാരുടെയും വീഡിയോസ്, നിങ്ങൾക്ക് ഏതാ കംഫർട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് കേട്ട് പഠിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് SCRT ബുക്കുകളുടെ കാര്യം. ബുക്കുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിൽ പഠിക്കാം. അല്ലെങ്കിൽ കുറേ പബ്ലിക്കേഷൻസ് SCRT ബുക്കുകളുടെ റാങ്ക് ഫയൽ പോലെ ബുക്കുകൾ ഇറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ബുക്കുകൾ ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ധാരാളം ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്തിട്ടിട്ടുണ്ട്, അതും കേട്ടോ. അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ടെലഗ്രാം ചാനലുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ PYQൻ്റെ ഒക്കെ ഓരോ എക്സാം നടക്കണതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ ഇടുന്നുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ഡെയിലി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ബിഗിനേഴ്സിനൊക്കെയുള്ള ഒരു പ്രധാന സംശയമാണ് ഈ വർഷങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു ഡയറി എടുക്കും, പ്രധാനപ്പെട്ട വർഷങ്ങൾ, ആ വർഷങ്ങളുടെ അണ്ടറിൽ വരുന്ന സംഭവങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ 1961 എടുത്തു, അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ, അപ്പോൾ അതൊക്കെ എഴുതി വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഒരു ബുക്ക് എടുത്തിട്ട് ഒരു പേജ് ഒരു വർഷത്തിനായിട്ട് അങ്ങനെ എഴുതി പോവുക. എന്നിട്ട് നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത്, അതിപ്പോൾ മിക്സ് ചെയ്ത് എഴുതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം കേട്ടോ. നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് ആ വർഷത്തിൻ്റെ അണ്ടറിൽ വരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതങ്ങനെ എഴുതി പോവാം. അപ്പോൾ ആദ്യം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു വർഷങ്ങളൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ പയ്യെ നമ്മളത് പഠിച്ച് കുറേ വർഷങ്ങൾ പയ്യെ സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ശരിയാണ് പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. അപ്പോൾ അത് പിന്നെയും പഠിക്കാം. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ പയ്യെ നമ്മുടെ തലയിൽ വർഷങ്ങൾ സെറ്റായി വരും കേട്ടോ.
പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മാത്സ് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളത്. അപ്പോൾ മാത്സ് പഠിക്കാനായിട്ട് നമ്മുടെ ജെറിൻ സാറിൻ്റെ ഡ്രിങ്ക് ഗുരു എന്നുള്ള ചാനൽ നല്ല ചാനലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കക്കാർക്കാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ ഏറ്റവും ബേസ് എന്നുള്ള ലെവലിൽ തന്നെ സാറ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെയ്ത് തന്നെ പഠിക്കുക. വെറുതെ ക്ലാസ് കണ്ട് അതിൻ്റെ നോട്ട് മാത്രം എഴുതിയെടുക്കാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ് മാത്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു മാത്സ്. ആദ്യം എക്സാമുകളിലൊക്കെ ഈ 20 മാർക്കിൻ്റെ മാത്സുകളിലൊക്കെ സമയത്തൊക്കെ ആണെങ്കിൽ 2, 3, 4 മാർക്കൊക്കെ മാത്രമേ എനിക്ക് മാത്സിന് കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ചെയ്ത് പഠിച്ച് തന്നെയാണ് ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് ചെയ്ത് പഠിച്ച് തന്നെയാണ് പിന്നെ ഞാൻ ഇമ്പ്രൂവ് ആയിട്ട് മാത്സിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇംഗ്ലീഷും നിങ്ങൾ ഡെയിലി എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. മലയാളം ഇംഗ്ലീഷൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ PSCനെ സംബന്ധിച്ച്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഡെയിലി എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കാം കേട്ടോ. പിന്നെ മുൻപത്തെ വീഡിയോകളിലൊക്കെ ആവർത്തിച്ച പോലെ തന്നെ നിങ്ങൾ ആദ്യം പഠിക്കാതിരിക്കും. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസം പഠിക്കാതിരിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാവണം. നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം, ഏത് രീതിയിലാണ് പഠിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് വായിച്ച് പഠിക്കുമ്പോഴാണ് കംഫർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുക. ഇപ്പോൾ എഴുതി പഠിക്കുന്നതിലൊന്നും ഒരു മോശം വിചാരിക്കേണ്ട കേട്ടോ. എഴുതി പഠിച്ചാണ് നിങ്ങൾക്കത് കിട്ടുള്ളൂ എന്ന് വെച്ചാൽ എഴുതി തന്നെ പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചിലർക്ക് ഉണ്ടാവില്ല ഈ ഇത്ര വയസ്സൊക്കെ ആയിട്ട് എഴുതി പഠിക്കണോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കംഫർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ടൈം ടേബിൾ എഴുതി പഠിച്ചു പോകുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് നന്നായി വർക്കായിട്ടുള്ളൊരു കാര്യമാണ് ഈ ടൈം ടേബിൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് പഠിച്ചു പോകുക എന്നുള്ള കാര്യം. അപ്പോൾ മെയിനായിട്ട് ബിഗിനേഴ്സിൻ്റെ അടുത്ത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കണം. ഞാൻ അത്രയും വല്ലാണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുത്ത ആ വീഡിയോ നല്ലത് പെട്ടെന്ന് ചെയ്തതാണ്. അത് കാരണം ഏതെങ്കിലുമൊക്കെ പോയിന്റ് ഇനി പറയാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഓർമ്മ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2026-ലും 2027-ലായിട്ട് ഇനിയിപ്പോൾ അത്യാവശ്യം എക്സാമുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ബേസ് തൊട്ട് തന്നെ നല്ല ക്ലിയർ ചെയ്ത് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോഴേ തന്നെ പോവുക. അതായത് പിന്നെ നമുക്ക് ഒരു സംശയം വരുത്തുന്ന രീതിയിൽ പഠിക്കരുത്. ഇപ്പോഴേ നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ചു പോകും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ നിങ്ങൾ ഓക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇനി വരുന്ന എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കത് നേടിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇന്ന എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ലക്ഷ്യം ആദ്യം മനസ്സിൽ വേണം. അപ്പോൾ നമുക്കത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഓക്കെ ഞാൻ ബിഗിനറാണ് ഇപ്പോൾ തട്ടിമുട്ടിയൊക്കെ പഠിച്ചാൽ മതി, എക്സാം ആവട്ടെ ആ സമയത്ത് നന്നായി പഠിക്കാം എന്നുള്ള രീതിയിൽ പോയിരുത്. ആദ്യം പറഞ്ഞ മാതിരി ഒരു സിലബസ് എപ്പോഴും നമ്മുടെ കയ്യിൽ പ്രിൻ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഒരു 10th സിലബസ് ആണെങ്കിൽ ഇപ്പോൾ 10th ലെവലിൽ എക്സാമിന് ഏകദേശം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ആ സിലബസ് തന്നെയായിരിക്കും വരിക. അതേപോലെ തന്നെ +2ൻ്റെ കാര്യത്തിലും കോഴ്സ് എക്സാം അനുസരിച്ചിട്ട് അതിൽ സിലബസിൽ മാറ്റം ഉണ്ടായിരിക്കും. ഡിഗ്രിക്കും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോഴേ അതിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസ് സെറ്റ് ചെയ്തെടുക്കാൻ അധികം ടൈമൊന്നും വേണ്ടി വരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഡീപ്പായും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലല്ല എവിടെ നിന്നൊക്കെയാണ് PSC അത്രയും സൂക്ഷ്മമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് PSC ഇടുന്നതും തന്നെ. നിങ്ങളിപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് തന്നെ, അതും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ പിന്നെയും എടുത്ത് പറഞ്ഞു പോകുന്നു. അതായത് നിങ്ങളിപ്പോൾ ആ ഒരു ബിഗിനർ എന്നുള്ള ആ ഒരു ഉഷാറിൽ ഇപ്പോൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞങ്ങൾക്കിപ്പോൾ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എക്സാമുകൾ PYQ പരമാവധി ചെയ്യാൻ നോക്കാം. നമ്മളുടെ മറ്റേ ബബിൾ ചെയ്യുന്ന ആ ഒരു OMR ഷീറ്റ് മേടിച്ചിട്ട് കറക്റ്റ് ടൈം വെച്ചിട്ട് തന്നെ എക്സാമുകൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ PSC നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്തിട്ട് പോയി എഴുതണം എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ചില എക്സാമുകൾ നമ്മൾ അതിന് വേണ്ടി പഠിക്കുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ചില യൂണിഫോം പോസ്റ്റുകളായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ വേറെ നമുക്ക് താല്പര്യമില്ലാത്ത പോസ്റ്റുകൾ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് വെച്ച് നമ്മുടെ ഏജ് ലിമിറ്റ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകളൊക്കെ നമ്മൾ പോയി അപ്ലൈ ചെയ്ത് എഴുതണം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയല്ല. എക്സാം ആ കറക്റ്റ് ടൈം വെച്ച് നമ്മൾ PSC എക്സാം സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള എക്സാമുകൾ എഴുതിയിട്ട് തന്നെ അപ്പോൾ നമുക്ക് എക്സാം എഴുതിയൊരു ശൈലി നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു PSC എക്സാം എഴുതിയിട്ടുള്ളൊരു ശീലം അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കണം കേട്ടോ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും വീഡിയോ കാണുന്ന ഒരാൾക്കതൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ളതെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ PSCനെ പറ്റിയോ എക്സാമുകളെ പറ്റിയോ ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആരുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങളിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്തിടുന്നു എന്ന് മാത്രം. ഒരാൾക്കത് ഉപകാരമായാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതിനെപ്പറ്റി ഈ ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ ഞാനും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വീണ്ടും റീസ്റ്റാർട്ട് പഠനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു ബിഗിനർ എന്ന നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ കുറച്ച് എക്സാമുകൾ എഴുതിയിട്ടുള്ള ഒരു കുറച്ച് അനുഭവത്തിൻ്റെ ബേസിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള പാളിച്ചെളുകൾ എവിടേക്കാണ് എനിക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റാഞ്ഞത്, അല്ലെങ്കിൽ ഏത് രീതിയിലൂടെ പഠിച്ചാലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക എന്നൊക്കെ തോന്നിയത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. ബൈ.